ഹലോ ഗൈസ്. അപ്പം ഇതാ നമ്മുടെ വീഡിയോയുടെ രണ്ടാം ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ കല്യാണ ദിവസമാണ്. ഇപ്പം സമയം വെളുപ്പിന് 2 മണി ടൈമാണ്. എനിക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട് ഞാൻ ഒരുങ്ങാൻ പോവുകയാണ്. സോ എല്ലാവരും ഒരുവിധം ഉറങ്ങിയിട്ടുണ്ട്. അപ്പം അച്ഛനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവിടുന്നത്. നമ്മൾ താമസിക്കുന്നത് അമ്പലത്തിൻ്റെ വടക്കേ നട ഭാഗത്തുള്ള പാഞ്ചജന്യ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. സോ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ സ്റ്റേ ചെയ്യുന്നത് കിഴക്കേ നട ഭാഗത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്, നല്ല തണുപ്പുമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ ഒരു മഴ തോർന്ന് നിൽക്കുന്ന സമയം നോക്കിയിട്ട് ഇറങ്ങുവാണ്. കാരണം നമ്മുടെ കല്യാണത്തിനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി, 6:30-7 മണി സമയമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു മഴ തോന്നുന്ന സമയം നോക്കി ഇറങ്ങുകയാണ് കേട്ടോ. അമ്പലത്തിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ 2:30 മണി സമയത്തൊക്കെ അമ്പലത്തിൽ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം ഒത്തിരി കല്യാണം കാണുമോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വരുന്നവരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് എല്ലാവരും സന്തോഷത്തോടെ തന്നെ പോയി. അങ്ങനെ ഇതാ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ഞാൻ റെഡി ആവുമായിരുന്നു. അപ്പോൾ രാവിലെ എന്നെ അച്ഛൻ കൊണ്ടുവിട്ടു. ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ചേച്ചിയാണ് എനിക്ക് വീഡിയോസ് എല്ലാം എടുത്തു തരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിത്തുൻ്റെ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ 4 പേരും അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എൻ്റെ ആകെയുള്ളൊരു റിക്വസ്റ്റ്, എൻ്റെ ആ ഒരു സ്കിൻ ടോൺ, എൻ്റെ ഫേസിൻ്റെ ആ ഒരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു മേക്കപ്പ് മതി. ബാക്കിയെല്ലാം ഞാൻ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് തന്നെ വിട്ടുകൊടുത്തിരുന്നായിരുന്നു. ഫസ്റ്റ് ഞാനൊരു ഓപ്പൺ ഹെയർ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, അതായത് നമ്മുടെ ആ ഒരു ടെമ്പിൾ ലുക്കിന്. പിന്നെ ഞാൻ വിചാരിച്ചു അതിലും ബെറ്റർ ഹെയർ കെട്ടി തന്നെ വെക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഓരോ സെക്ഷൻ ചെയ്യുമ്പോഴും ഉറക്കക്ഷീണവും കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ടങ്ങ് കുഴിഞ്ഞിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ വട്ടം ഓരോന്ന് ചെയ്യുമ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. സോ അപ്പം എനിക്ക് കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് രണ്ടും എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കല്യാണ ബ്ലൗസ് ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തതാണ്. സോ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഒത്തിരി ഒന്ന് ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനെല്ലാം ഒരു സിംപ്ലിസിറ്റി പിടിക്കുന്ന ഒരാളായതുകൊണ്ട് അതും ഞാൻ സിമ്പിളായിട്ട് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ നേരെ അമ്പലത്തിലെ മണ്ഡപത്തിൻ്റെ അടുത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ ടോക്കൺ നമ്പർ 3-മതാണ്. സോ എനിക്ക് തോന്നുന്നു നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും വലിയ തിരക്കില്ലായിരുന്നു. രാവിലെ നമ്മൾ ഒരുങ്ങാനായിട്ട് വന്നപ്പം ക്യൂ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ കരുതി ഒത്തിരി കല്യാണങ്ങളൊക്കെ കാണുമായിരിക്കുന്നു. അതും തേഴ്സ്ഡേ ആയിരുന്നു. എന്തോ വിശേഷപ്പെട്ട ഒരു ദിവസവും കൂടെ ആയിരുന്നു. എന്തോ നമ്മുടെ ഭാഗ്യത്തിന് അന്ന് കല്യാണം കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ലോട്ട് ഇതാ വിളിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ആ ഒരു സ്റ്റെപ്പ് കയറുമ്പം കുറച്ചൊന്ന് ടെൻഷൻ അടിച്ചിട്ടാണ് കയറിയത്. അതുവരെ നമ്മൾ നല്ല കൂളായിട്ട് നിന്നിട്ട് കല്യാണത്തിന് സമയമായെന്ന് കരുതിയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ടെൻഷനായി. കാരണം നമ്മൾ ഇത്രയും നാളും എന്താ ഉള്ളൊരു ലൈഫിൽ നിന്നൊരു ഡിഫറെൻറ്റ് ലൈഫിലേക്കാണ് നമ്മൾ രണ്ടുപേരും കയറാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും സന്തോഷവും അതിനോടൊപ്പം തന്നെ കുറേ വർഷം നമ്മൾ പ്രേമിച്ച് നടന്നിട്ട് ലാസ്റ്റ് ഫൈനൽ നമ്മൾ കല്യാണം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പം അത് മാത്രമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹമായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം നടത്തുക എന്നുള്ളത്. കാരണം അതൊക്കെ ഒരു നിമിത്തമാണ്, ഒരു യോഗമാണെന്നൊക്കെ പറയുന്നത് സത്യമാണ്. നമുക്ക് എവിടെയാണോ വിധിച്ചത് അവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കല്യാണം നടക്കുന്നത്. അതിന് എക്സാമ്പിൾ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ എനിക്കത് മനസ്സിലായൊരു കാര്യമാണ്. നമുക്ക് വിധിച്ചത് അവിടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഗുരുവായൂർ തന്നെ എത്തിയത്. സത്യം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഗുരുവായൂരപ്പനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാണ്. എപ്പോൾ ഗുരുവായൂരപ്പൻ വിചാരിക്കും അന്നേരേ നമുക്ക് കണ്ണനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതെൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. സോ എനിക്കിവിടെ വിധിച്ചിട്ടുണ്ട്, ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനല്ല, നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടു. കണ്ണൻ്റെ മുന്നിൽ തന്നെ നമുക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റി. അത് നമ്മുടെ 2 ഫാമിലിയുടെയും ഒപ്പം തന്നെ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നതും. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ആഗ്രഹമായിരുന്നു. ഒത്തിരി വലിയ ആഡംബര രീതിയിലുള്ള കല്യാണത്തിനൊന്നും ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യമില്ലായിരുന്നു. ഒരു മിനിമൽ രീതിയിൽ കല്യാണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. ഞങ്ങൾക്ക് ഏതാണ്ട് ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം നടത്താനായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 750 റുപ്പീസേ നമുക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തപ്പോൾ ആയുള്ളൂ. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വീഡിയോഗ്രാഫി വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ 500 രൂപ അടയ്ക്കുക. സത്യം പറഞ്ഞാൽ
പറഞ്ഞാൽ ഒരു 1500 വേണ്ട, അതിനുള്ളിൽ തന്നെ മതി. നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് കല്യാണം നടത്തുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഭയങ്കര പൈസ ചിലവാക്കി ഭയങ്കര ആഡംബര കല്യാണം താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഗുരുവായൂർ വല്ലതും കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ വല്ല ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഗുരുവായൂർ നമ്മുടെ മാരേജിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഒത്തിരി പേർക്ക് ഇത് ഹെൽപ്ഫുള്ളാവും. ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോലും ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഓൾമോസ്റ്റ് 2 മാസം ആകുമ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതുപോലെ കുറേ പേർക്ക് രജിസ്റ്റർ ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കല്യാണം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇനി നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു അന്ന് ഒരു 3 മണി സമയത്താണ് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് റിട്ടേണിനുള്ള. സോ അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കഴിയണം. ഈ ഒരു മൊമെൻറ്റ് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. എന്തോ സന്തോഷം മാത്രം. ഇപ്പം അത് കാണുമ്പം ചെറുതായിട്ടൊക്കെ കണ്ണ് നിറയുന്നു. അന്ന് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നെങ്കിലും ഇപ്പം ഈ ഒരു വീഡിയോയിൽ അത് അച്ഛനിങ്ങനെ കൈ പിടിച്ച് കൊടുക്കുന്ന കണ്ടപ്പം ഒരു ഉള്ളിനുള്ളിലൊരു ചെറിയൊരു പെടച്ചിൽ പോലെ തോന്നി. സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് നമ്മുടെ ലൈഫിൽ നടക്കുന്നൊരു സംഭവം, അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുക്കാനുള്ള ടൈമും ഉണ്ട്. നമ്മൾ ഈ ധൃതി പിടിച്ചോടുന്നത് വേറെ ഒന്നിനുമല്ല, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനാണ്. മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ടൈം ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ പുടവ മാറിയതാണ്ട് എൻ്റെ കയ്യിൽ ഫോട്ടോയോ ക്ലിപ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ട്രെയിൻ അന്നത്തത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മിസ്സായതല്ല, ട്രെയിൻ ഓൾറെഡി ക്യാൻസലായിപ്പോയി. സമയത്തിന് നമുക്കത് അറിയാൻ പറ്റിയില്ല. സോ ഞങ്ങൾക്ക് അന്ന് സ്റ്റേ ചെയ്യേണ്ടി വന്നു. ആൻഡ് അതുപോലെ തന്നെ ദാണ്ടെ അമ്മയും അച്ഛനും ഒക്കെ ദാണ്ടെ എന്നെ ജിത്തുവിൻ്റെ അവർ സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് എന്നെ കൊണ്ടുവന്ന് ആക്കുകയാണ്. കാരണം ഞാനും ജിത്തുവിൻ്റെ ഫാമിലിയും പോകുന്ന ട്രെയിനാണ് ഞങ്ങൾക്ക് ക്യാൻസലായി പോയത്. എൻ്റെ ഫാമിലി പോകുന്ന ട്രെയിൻ ക്യാൻസലായിട്ടില്ലായിരുന്നു. 2 ട്രെയിനായിട്ടായിരുന്നു. സോ അമ്മയും അച്ഛനും കൂടെ വന്ന് എന്നെ ഇതുപോലെ തന്നെ അവിടുത്തെ ജിത്തുവിൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ദാണ്ട് ഇറങ്ങുന്ന കുറച്ച് ഫോട്ടോസാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ടാറ്റ ബൈ പറഞ്ഞു വിടുവാണ് ഞാൻ. അങ്ങനെ പിറ്റേന്ന് രാവിലത്തെ ട്രെയിൻ, വെളുപ്പിനുള്ള ട്രെയിൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തി, ജിത്തുവിൻ്റെ വീട്ടിലെത്തി. ഞാൻ ഈ പോയി എത്തി വലിഞ്ഞ് നോക്കുന്ന ജിത്തുവിൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു വെള്ളം പോകുന്ന ഒരു ഓടയുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് നോക്കിയതാണ്. അങ്ങനെ ദാണ്ട് അത് ജിത്തുവിൻ്റെ പപ്പയാണ്. അപ്പോൾ പപ്പ വീഡിയോ എടുക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ ദാണ്ട് നമ്മൾ രാവിലെ മറ്റേ വിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്ന ആ ഒരു ചടങ്ങുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ വരികയാണ് ഞങ്ങൾ. അപ്പം അതായത് ഞങ്ങളുടെ കല്യാണം 24-ആം തീയതി രാവിലെയാണ് ഞങ്ങൾ എത്തിയത്. 25-ആം തീയതിയാണ് ജിത്തുവിൻ്റെ വീട്ടിലെ റിസപ്ഷൻ. അപ്പം അതിൻ്റെ പണി സൈറ്റിൽ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല പേമാരി മഴയായിരുന്നു അവിടെ ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ മഴ കുറച്ച് കുറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ദാണ്ടെ നമുക്ക് നമ്മളെ വിളക്ക് കൊടുത്ത് സ്വീകരിക്കാനായിട്ട് ദാണ്ടെ നിൽക്കുകയാണ്. ചേച്ചിയാണ് കാലിൽ മറ്റേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിനെന്താ പറയുന്ന ആരതിയോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ സംഭവം, അത് തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ ദാണ്ടെ വിളക്ക് തന്ന് അകത്ത് കയറ്റാനായിട്ട് പോവുകയാണ്. അവിടെ പരിചയമില്ല, മീൻസ് ജിത്തുവിൻ്റെ ഫാമിലി അല്ലാതെ അവിടെ നിൽക്കുന്ന ആരെയും പരിചയമില്ല. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ ഒരു 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 ടെൻഷൻ പോലായിരുന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി. കാരണം എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടായിട്ട് പെട്ടെന്ന് ഞാൻ ജിത്തുവിൻ്റെ ഫാമിലിയിലോട്ട് വന്നപ്പം എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല. അത്രയും നേരം വീട്ടുകാരെല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങോട്ട് മാറിയപ്പം അതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാണ്ടെ പൂജാ റൂമിലേക്ക് നമ്മൾ വിളക്ക് കൊണ്ടുവെക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ വിളക്ക് കൊണ്ടുവച്ച് ഇനി നമുക്ക് മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ദാണ്ടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞാൻ പാൽ കുടിക്കുന്ന ആളല്ല, പാലെനിക്ക് ഒട്ടും പറ്റില്ല, പാല് ചായ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കന്ന് മധുരം തരാനായിട്ട് അമ്മ പിന്നെ ലഡു മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഡുവാണ് നമുക്ക് തരുന്നത്.
ജിത്തുവിൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ദാണ്ട് ഈ ഒരു ഊഞ്ഞാലെന്ന് പറയുന്നത്. അങ്ങനെ ദാണ്ട് നമ്മൾ ലഡു കഴിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പഴവും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ജിത്തുവിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ തലേന്ന് രാത്രിയിൽ, അതായത് കല്യാണത്തിൻ്റെ അന്ന് രാത്രി എത്തും എന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം വന്നിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ട്രെയിൻ കാരണം ട്രെയിൻ നമ്മളെ ചതിച്ചു എന്ന് തന്നെ പറയാം. ഒരു നമുക്കൊരു പ്രീ ആയിട്ടുള്ള ഒരു മെസ്സേജ് പോലും തരാതാണ് അവർ ക്യാൻസൽ ചെയ്തതും നമ്മളെ ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു. സോ അത് കാരണം പിറ്റേന്ന് രാവിലെ പിന്നെ ജിത്തുവിൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ എത്തിയപ്പം കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ദാണ്ടേ മധുരം തന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വളയിടുന്നൊരു ചടങ്ങുണ്ട്, അപ്പോൾ അതും കഴിഞ്ഞു. നമുക്ക് നല്ല ക്ഷീണമുണ്ട്, കാരണം ഉറക്കമൊന്നും ശരിയായില്ല. കാരണം നമ്മൾ വെളുപ്പിനെ 2 മണി സമയം കണ്ടായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങൾ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീടെത്തുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല, നല്ല ക്ഷീണവും ഉണ്ട്. അങ്ങനെ ജിത്തുവിൻ്റെ വീട്ടിൻ്റെ ഉള്ളവരെയും അടുത്തുള്ളവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ്. ജിത്തുവിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും എനിക്കറിയാം, അല്ലാതെ അയലത്തുള്ള ആൾക്കാരെ ഒക്കെ പരിചയപ്പെട്ടു. നല്ല സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി ഇതിലും വലിയൊരു ഇതാണ് ഇനി റിസപ്ഷൻ എന്ന് പറയുന്നൊരു കിടമ്പ്. അതിന് വേണ്ടിയിട്ട് ഇനി പിറ്റേന്ന് ഇതുപോലെ തയ്യാറെടുക്കണം. ആകെ ഇന്നൊരു ദിവസമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ക്ലിപ്സും കൂടെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ ചോദിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദാണ്ടെ ഞാൻ കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് വീഡിയോ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കാര്യം സീരിയസ് ആയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഇവിടെ നിന്നായിരിക്കും. എൻ്റെ വീട്ടിൽ നിന്നും കാണും, ഇവിടെ നിന്നും കാണും. അപ്പം വീഡിയോസൊക്കെ നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ വീഡിയോസൊക്കെ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നതൊക്കെ തന്നെ. എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടൈം ആയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.